ഈ ക്ലാസ്സിൽ നമ്മൾ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ 12ാമത്തെ സെഷനാണ് പഠിക്കുന്നത് കേട്ടോ. അതിനകത്ത് ട്രാൻസ്ലേഷനാണ് പഠിക്കുന്നത്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് mRNAയിൽ അമിനോ ആസിഡിന്റെ പോളിമറൈസേഷൻ നടക്കുന്നതിനെയാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ mRNAയിൽ കാണുന്ന കോഡോണിനെ ഡീകോഡ് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അമിനോ ആസിഡാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഒരു mRNA ട്രാൻസ്ക്രൈബ് ചെയ്തു വന്ന mRNA വേണം. അതേപോലെ തന്നെ അതിനകത്ത് അഡാപ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അഡാപ്റ്റർ tRNA മോളിക്യൂൾ വേണം. അതേപോലെ തന്നെ റൈബോസോം പ്രോട്ടീൻ ഫാക്ടറിയും വേണം ഈ എൻറ്റയർ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെങ്ങനെയായിരിക്കും നടക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു mRNA അത് ട്രാൻസ്ലേഷൻ റെഡി ആവുമ്പോൾ തന്നെ ആദ്യം നടക്കുന്ന പ്രോസസ്സ് എന്താണെന്നറിയോ? അമിനോ അസൈലേഷൻ ഓഫ് tRNA ഓർ ദ ചാർജിങ് ദ tRNA ആണ്. tRNA ചാർജ് ചെയ്യപ്പെടും. tRNA എങ്ങനെയാണ് ചാർജ് ചെയ്യപ്പെടുന്നതെന്നറിയോ? അമിനോ അസൈൽ tRNA സിന്തറ്റൈസ് എൻസൈമിന്റെ പ്രസൻസിൽ അമിനോ അസൈൽ tRNA സിന്തറ്റൈസ് എൻസൈമിന്റെ പ്രസൻസിൽ അമിനോ ആസിഡ് ഒരു ATP മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്ത് ആ അമിനോ ആസിഡ് ഈ tRNAയുടെ 3' എൻഡിൽ വന്നങ്ങ് ബൈൻഡ് ചെയ്യും. അതേപോലെ തന്നെ tRNAക്ക് അത് അഡാപ്റ്റർ മോളിക്യൂളാണല്ലോ, ഇതിന് ആന്റി കോഡോണും ഉണ്ട്. അപ്പോൾ ഈ പ്രോസസ്സാണ് ഫസ്റ്റ് നടക്കുന്നത്. അതായത് അമിനോ അസൈലേഷൻ ഓഫ് tRNA ഓർ ചാർജിങ് ദ tRNA. ഇവിടെ ATP ആയിട്ട് ബൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്നറിയോ? ഈ ഓരോ അമിനോ ആസിഡും ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമിനോ ആസിഡ് അടുത്തടുത്ത് വരുമ്പോൾ അവരുടെ ഇടയിൽ ഒരു ബോണ്ട് ഉണ്ടാക്കണം, പെപ്റ്റൈഡ് ബോണ്ട്. എന്നാൽ മാത്രം അതൊരു പോളിമർ ഓഫ് അമിനോ ആസിഡ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ആ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എനർജി വേണം. ആ എനർജിക്ക് വേണ്ടിയിട്ടാണ് ഈ tRNA അമിനോ ആസിഡിനെ എടുക്കുമ്പോൾ തന്നെ ചാർജ്ഡ് അമിനോ ആസിഡിനെ എടുക്കാനുള്ള കാരണം കേട്ടോ. ഇനി ഈ mRNA വരുമ്പോൾ mRNAക്ക് ഒരു സ്റ്റാർട്ട് കോഡോൺ ഉണ്ടാവും അല്ലേ. ആ സ്റ്റാർട്ട് കോഡോൺ എന്ന് പറയുന്നത് എന്താണ്? AUG ആണ്. അതേപോലെ ഈ mRNAക്ക് ഇതിൻ്റെ 5' എൻഡ് ഇതാന്നിരിക്കട്ടെ, ഇതിൻ്റെ 3' എൻഡ് ഇതാണ്. ഈ 5' എൻഡിന് അപ്സ്ട്രീം ആയിട്ടൊരു സീക്വൻസും 3' എൻഡിന് ഡൗൺ സ്ട്രീം ആയിട്ടൊരു സീക്വൻസും കാണാം. അതായത് ഇവിടുന്ന് വാല് പോലെ കുറച്ചിങ്ങോട്ട് നീണ്ടുനിൽക്കുന്നുണ്ടാവും, അതുപോലെ ഇവിടുന്ന് വാല് പോലെ കുറച്ചിങ്ങോട്ട് നീണ്ടുനിൽക്കുന്നുണ്ടാവും. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ലേഷൻ നടക്കുന്ന സമയത്ത് mRNA മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എഫിഷ്യൻ്റ് ആയിട്ട് കംപ്ലീറ്റ് mRNA ട്രാൻസ്ലേറ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ mRNA ട്രാൻസ്ലേഷൻ റെഡി ആവുമ്പോൾ അത് ആദ്യം തന്നെ അതിൻ്റെ സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ഇതിൻ്റെ എക്സാക്റ്റ് ഈ കോഡിംഗ് സീക്വൻസിൽ വന്നിരിക്കും. ഞാൻ അത് അടുത്ത പേജിൽ അതിൻ്റെ ഡയഗ്രം എടുക്കാം, എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഞാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തേക്കുന്ന ഓർഡറിലല്ല പറയുന്നത്, ശ്രദ്ധിച്ചിരുന്നോളാം. എന്നിട്ട് നമുക്ക് വായിക്കുമ്പോൾ ഞാൻ ഓരോരോ സെൻറ്റൻസ് ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ mRNA വന്നു കഴിയുമ്പോൾ തന്നെ ആദ്യം ഈ റൈബോസോം വന്നിട്ടുണ്ടല്ലോ, tRNA ചാർജ് ചെയ്യപ്പെടും. അതിനോടൊപ്പം തന്നെ സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം വന്നിട്ട് ഇതാ ഇങ്ങനെ അങ്ങ് അറേഞ്ച് ചെയ്യും. ഈ സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം വന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു കോഡോണും രണ്ടാമത്തെ ഒരു കോഡോണും അതിന് അത്രയും ഭാഗം ഉള്ളിലാക്കിക്കൊണ്ടാണ് ഈ സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ഇവിടെ അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ഇറ്റ് വിൽ ബി അറേഞ്ച്ഡ് ലൈക്ക് ദിസ്. ഈ സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ഇങ്ങനെ എക്സാക്റ്റ് ആയിട്ട് ഈ പൊസിഷനിൽ അറേഞ്ച് ചെയ്യാനുള്ള കാരണം എന്താണെന്നറിയോ? ഇതിനൊരു സ്പെഷ്യൽ സീക്വൻസ് ഉണ്ട് ഈ mRNAക്ക്. ആ mRNAയുടെ സ്പെഷ്യൽ സീക്വൻസിന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള RNA ഈ സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോമിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എക്സാക്റ്റ് ആയിട്ട് ആ ഒരു പൊസിഷനിൽ സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം വന്നിരിക്കാനുള്ള കാരണം. ഇനി ഈ റൈബോസോമിൽ എന്തൊക്കെയാണ് ഉള്ളത്? അതിനകത്ത് സ്ട്രക്ചറൽ RNAസും ഉണ്ട്, അതേപോലെ ഏകദേശം 80ഓളം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റൈബോസോം ശരിക്കും നമ്മുടെ സൈറ്റോപ്ലാസത്തിൽ കാണുമ്പോൾ അത് പ്രോട്ടീൻ സിന്തസിസ് ഒന്നും ചെയ്യാത്ത സമയത്ത് കാണുമ്പോൾ ഈ റൈബോസോം സെപ്പറേറ്റ് ആയിട്ടാണ്, അതായത് സ്മോൾ സബ് യൂണിറ്റും ലാർജ് സബ് യൂണിറ്റും സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് അത് ജോയിൻ ചെയ്തിട്ടൊരു കംപ്ലീറ്റ് കോംപ്ലക്സ് റൈബോസോമായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ റൈബോസോം ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്യാനുള്ള കാരണം എന്താ? സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോമിൽ ഇരിക്കുന്ന അത് 16S RRNA ആണ് പ്രോക്യാരിയോട്ടിൻ്റെ കേസിൽ. ആ 16S RRNAക്ക് കോംപ്ലിമെൻ്ററി ആയിട്ടൊരു സീക്വൻസ് mRNAയുടെ ബിഗിനിങ്ങിൽ കാണും. അവിടെ പോയിട്ടാണ് ഈ സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ tRNA ചാർജ്ഡായി സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തു. അത് കാണുമ്പോഴത്തേക്ക് ഈ ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ഓടി വന്ന് ഇതുമായിട്ട് ജോയിൻ ചെയ്യും. അപ്പോൾ നോക്കിയാൽ നമ്മുടെ പ്രോട്ടീൻ മെഷീനറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പ്രോട്ടീൻ മെഷീനറി എന്ന് പറയുന്നത് ഈ സ്മോൾ സബ് യൂണിറ്റ് ഓഫ് റൈബോസോമും ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോമും ഒന്നിച്ച് നിൽക്കുകയും അതേപോലെ തന്നെ നമുക്ക് ആ tRNA ചാർജ്ഡ് ആവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ദാ ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്തു. ഈ ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോം
റൈബോസോമിന് 2 ചേംബർ ഉണ്ട്. ഒരു ചേംബറിനെ നമ്മൾ പി സൈറ്റ് എന്നും ഒരു ചേംബറിനെ നമ്മൾ എ സൈറ്റ് എന്നോ പറയാം. ഈ പി സൈറ്റ് ആദ്യത്തെ ഒരു കോഡോണിനെ കംപ്ലീറ്റ് ഉള്ളിലാക്കിയിട്ടായിരിക്കും ഈ പി സൈറ്റ് അറേഞ്ച് ചെയ്യുന്നത്. രണ്ടാമത്തെ കോഡോണിനെ കംപ്ലീറ്റ് ഉള്ളിലാക്കിയിട്ട് അടുത്ത സൈറ്റ് ഉണ്ടാവും, ദാറ്റ് ഈസ് എ സൈറ്റ്. കണ്ടോ, ഇതാണ് അതിൻ്റെ എ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു പി സൈറ്റും ഉണ്ട്, ഒരു എ സൈറ്റും ഉണ്ട്. ഇവിടെ വന്നിട്ട് ഈ പറയുന്ന റൈബോസോം 2 റൈബോസോമും അറേഞ്ച് ചെയ്തു. ഇനി നമ്മുടെ TRNA ചാർജ്ഡ് ആണല്ലോ. ആ TRNA എങ്ങനെയായിരിക്കുന്നത്? ഈ TRNAയുടെ ഒരു ഷേപ്പ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തലയിൽ ഒരു അമിനോ ആസിഡിനെയും പേറി അതിൻ്റെ ആൻറ്റി കോഡോൺ ലൂപ്പുമായിട്ട് ഇതിങ്ങനെ പതുക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആദ്യത്തെ TRNA ഇനീഷ്യേറ്റർ TRNA ഉണ്ടല്ലോ, ഇനീഷ്യേറ്റർ TRNAയിൽ TRNA ഇനീഷ്യേറ്റർ കോഡോണിൽ വന്നിരിക്കും. ഇതിപ്പോൾ ഇനീഷ്യേറ്റർ കോഡോണൊന്നല്ല കാണിച്ചേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് നോക്കണ്ട. ഫസ്റ്റ് TRNA ഇതാ ഇവിടെ വന്നിരിക്കും, പി സൈറ്റിൽ വന്നിരിക്കും എന്ന് മാത്രം ഓർത്തിരിക്കുക. ഇത് പി സൈറ്റും ഇത് എ സൈറ്റുമാണ്. ഇത് പി സൈറ്റ്, ഇത് എ സൈറ്റാണ്. അപ്പോൾ ഈ TRNA ഇതിൻ്റെ ആൻറ്റി കോഡോൺ ലൂപ്പ് കൊണ്ട് എവിടെ വരും? ഇവിടെ വരും. ഈ TRNAയുടെ തലയിൽ ആരാ ഉള്ള? ഒരു അമിനോ ആസിഡ് ഉണ്ട്. ആ അമിനോ ആസിഡിനെ ഞാൻ റെഡ് കളറിൽ വരയ്ക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ആവണ്ട. റെഡ് കളറിൽ ഈ ഇരിക്കുന്ന അമിനോ ആസിഡാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ആൻറ്റി കോഡോൺസ് വന്നിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഈ ആൻറ്റി കോഡോൺ ഇവിടെ ഈ TRNAയിൽ ഉള്ളത് കൊണ്ടാണ് ഈ TRNA എക്സാക്റ്റ് ആയിട്ട് ഇത് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ TRNAയുടെ തലയിൽ ആരാ ഉള്ളത്? ഒരു അമിനോ ആസിഡ് ഉണ്ട്. അപ്പോഴത്തേക്കും അടുത്ത TRNA വരും. അടുത്ത TRNA വന്ന് ഇവിടെ അറേഞ്ച് ചെയ്യും. ഈ TRNAയുടെ ആൻറ്റി കോഡോൺ കൊണ്ട് ഈ കോഡോണിലേക്ക് അതൊരു ബോണ്ട് ഉണ്ടാക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ തലയിലും ആരുണ്ടാവും? ഒരു അമിനോ ആസിഡ് ഉണ്ടാവും. ആ അമിനോ ആസിഡിനെ ഞാൻ റെഡ് കളർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊരു അമിനോ ആസിഡാണ്. അതേപോലെ തന്നെ ഇതും ഒരു അമിനോ ആസിഡാണ്. ഇത് രണ്ടും ഒന്ന് പി സൈറ്റിലും ഒന്ന് എ സൈറ്റിലും ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോമിലാണ് ഇരിക്കുന്നത്. ഈ 2 അമിനോ ആസിഡ് അടുത്തടുത്തിരിക്കുമ്പോൾ ഇത് രണ്ടും റിയാക്റ്റീവ് ആവും. അതായത് ഇത് രണ്ടും തമ്മിലൊരു പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യും. ഈ 2 അമിനോ ആസിഡിന് നല്ല എനർജിയാണ്. കാരണം എന്താ? അത് ചാർജ്ഡ് അമിനോ ആസിഡിനെ എടുത്തേക്കുന്നത്, ATP മോളിക്യൂളായിട്ട് ബൈൻഡ് ചെയ്തിട്ടുള്ള അമിനോ ആസിഡിനെ എടുത്തേക്കുന്നത്. അപ്പോൾ അതിന് നല്ല എനർജി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ എനർജറ്റിക് ആയിട്ടുള്ള 2 അമിനോ ആസിഡ് ഒരു വലിയ റൈബോസോം സബ് യൂണിറ്റിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ, 2 ചേമ്പറിൻ്റെ ഉള്ളിൽ അടുത്തടുത്തിരിക്കുമ്പോൾ അവർ തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കും. ഈ പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ നടക്കുന്നത് ഒരു എൻസൈമിൻ്റെ പ്രസൻസോട് കൂടിയാണ്. അതായത് 23S rRNA ഉണ്ട് ഈ പ്രോകാരിയോട്ടിക് റൈബോസോം, ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോമിൽ. ആ 23S rRNA റൈബോസൈമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്നിട്ട് എന്തിനെ ഹെൽപ്പ് ചെയ്യും? ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷനുള്ള എൻസൈമായിട്ട് ആക്ട് ചെയ്യും. അതായത് ഈ റൈബോസൈം എന്ന് പറയുന്ന പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈമാണ്. ഈ റൈബോസൈം എന്താണ്? പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈമാണ്. പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈമാണ്. പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈം പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കാൻ കാരണമാവും. അപ്പോൾ ഈ പെപ്റ്റൈഡ് ബോണ്ട് ഇവിടെ നിന്ന് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും എന്നറിയോ? ഈ പെപ്റ്റൈഡ് ബോണ്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ഈ അമിനോ ആസിഡ് നേരെ ഇങ്ങോട്ടേക്ക് വരും. ഈ TRNA ഇത് ഇറങ്ങിപ്പോവും. ഇവിടെ നിന്ന് ഈ TRNA ഇറങ്ങിപ്പോവല്ല ശരിക്കും ചെയ്യുന്നത്. ആക്ച്വലി ഈ റൈബോസോം ഉണ്ടല്ലോ, ഇതിൻ്റെ സ്മോൾ സബ് യൂണിറ്റ് വന്നിട്ട് ഒരു കോഡോൺ റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ചെയ്ത് ഇവിടെ അറേഞ്ച് ചെയ്യും. ഇതിൻ്റെ ലാർജ് സബ് യൂണിറ്റും വന്നിട്ട് ഒരു കോഡോൺ റൈറ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇതിവിടെ വന്നിട്ട് അറേഞ്ച് ചെയ്യും. അപ്പോൾ ഇവിടെ വന്ന് ഇത് അറേഞ്ച് ചെയ്യുമ്പോൾ ഇത് പി സൈറ്റ് ആയി പോവും, ഇത് എ സൈറ്റ് ആയി മാറും. ഈ എ സൈറ്റ് എന്ന് പറയുന്നത് ഞാൻ വരച്ചു വയ്ക്കാം. ഇതാണ് അതിൻ്റെ എ സൈറ്റ് കേട്ടോ. അപ്പോൾ ഈ പി സൈറ്റ് അപ്പോഴത്തേക്കും എന്തായി? ഈ TRNAയും ഈ അമിനോ ആസിഡും ഔട്ടായി. പിന്നെ അത് റൈബോസോമിൻ്റെ ഉള്ളിലല്ലല്ലോ ഇരിക്കുന്നത്. അതേപോലെ ഇത് ഔട്ടായി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്താവുമെന്നറിയോ? ഈ അമിനോ ആസിഡ് പതുക്കെ ഇങ്ങോട്ട് ടിൽറ്റ് ആവും. കാരണം ഈ അമിനോ ആസിഡിനോട് ഒരു അഫിനിറ്റി ഉണ്ടാവും. കാരണം എന്താ? ഇവരുടെ ഇടയിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാനുള്ള പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈം ഈ ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോമിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഈ അമിനോ ആസിഡിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് ഈ TRNA ഊർന്നിറങ്ങിപ്പോവും. ഈ TRNA ഇറങ്ങിപ്പോവും. അപ്പോൾ ഈ പി സൈറ്റിൽ എന്താ ഉള്ളത്? ഒരു TRNA അതിൻ്റെ ഹെഡിലുള്ള സ്വന്തം അമിനോ ആസിഡും അതിൻ്റെ തൊട്ടപ്പുറത്തിരുന്ന് TRNA റിസീവ് ചെയ്ത അമിനോ ആസിഡും തമ്മിൽ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാക്കി
തലയിലേക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതായത് 2 അമിനോ ആസിഡിന്റെ തലയിൽ പേറി പി സൈറ്റിൽ ഒരു tRNA ഇരിക്കുന്നുണ്ട്. ഇനി നോക്കിക്കേ, എ സൈറ്റിൽ പുതിയൊരു tRNA വിത്ത് ഇറ്റ്സ് അമിനോ ആസിഡ് വരും. എ സൈറ്റിൽ പുതിയൊരു tRNA വരും. ആ tRNA വന്നിട്ട് അതിൻ്റെ ആൻറ്റി കോഡോൺ ലൂപ്പ് എവിടെ അറ്റാച്ച് ചെയ്യും? അതിൻ്റെ കോഡോണിലേക്ക് അറ്റാച്ച് ചെയ്യും. ഇതിൻ്റെ തലയിൽ എന്ത് ക്യാരി ചെയ്യുന്നുണ്ടാവും? ഒരു അമിനോ ആസിഡിനെ ക്യാരി ചെയ്യുന്നുണ്ടാവും. അപ്പോഴത്തേക്കും എന്താവുന്നറിയോ, ഇത് അടുത്ത ഒരു കോഡോണിലേക്ക് മൂവ് ആവും. എന്ത്? റൈബോസോം. റൈബോസോം മാത്രമല്ല മൂവ് ആവുന്നത്, അവിടെ റൈബോസോം മൂവ് ആവുന്നതിൻ്റെ ഒപ്പം തന്നെ mRNA ലെഫ്റ്റിലേക്കും കൂടെ മൂവ് ആവും. റൈബോസോം റൈറ്റിലേക്ക് മൂവ് ആവുമ്പോൾ mRNA ലെഫ്റ്റിലേക്ക് മൂവ് ആവും. അപ്പോൾ ഈ റൈബോസോമിൻ്റെ സ്മോൾ സബ് യൂണിറ്റ് വന്ന് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ മൂന്നെണ്ണം കൂടെ കവർ ചെയ്തിട്ട് സ്മോൾ സബ് യൂണിറ്റ് അറേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. ഈ സ്മോൾ സബ് യൂണിറ്റ് ഇവിടെ വരെ ആയിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ലാർജ് സബ് യൂണിറ്റോ? ലാർജ് സബ് യൂണിറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇത് ഇവിടെ നിന്ന് ഒരു 3 ന്യൂക്ലിയോടൈഡ് ഇപ്പുറത്തേക്ക് ഇങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത് നോക്കിയേ, ഈ എ സൈറ്റ് ആയിരുന്നത് എന്തായിപ്പോയി? പി സൈറ്റ് ആയിപ്പോയി. പുതിയൊരു എ സൈറ്റ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എ സൈറ്റിലാണ് ഇനി അടുത്ത അമിനോ ആസിഡിനെ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് എന്താവുന്നറിയോ, ഈ ചങ്ങാതി പുറത്തു പോകും. കണ്ട, നമ്മുടെ റൈബോസോമിൻ്റെ പുറത്ത് പോയി ഇയാൾ പുറത്തു പോയി കഴിയുമ്പോൾ ഈ 2 അമിനോ ആസിഡിനെയും കൂടി നേരെ ഇയാളുടെ തലയിലേക്ക് വെച്ച് കൊടുക്കും. നേരെ ഇയാളുടെ തലയിലേക്ക് വെച്ച് കൊടുക്കാനുള്ള കാരണം എന്താ? 23S RRNA ഇവിടെ ഉണ്ട്. ആ 23S RRNA അവിടെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് ആ പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുന്ന പ്രോസസ്സ് കാറ്റലൈസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ പി സൈറ്റിലിരിക്കുന്ന tRNAയിൽ ഇപ്പോൾ 3 അമിനോ ആസിഡ് അവരുടെ ഹെഡിലിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു പുതിയ tRNA വരും വിത്ത് ഇറ്റ്സ് ഓൺ അമിനോ ആസിഡ്. അതിൻ്റെ സ്വന്തം അമിനോ ആസിഡിനെ കൊണ്ട് ഇവിടെ ഒരു പുതിയ tRNA വരും. നോക്കിക്കേ, ആ ആൻറ്റി കോഡോൺ ലൂപ്പ് കൊണ്ട് ഈ കോഡോണിൽ വന്ന് ബൈൻഡ് ചെയ്യുകയും അത് സ്പെസിഫിക് അമിനോ ആസിഡിനെ ഇവിടെ കൊണ്ടു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നോക്കിക്കേ, ഇത് ഈ ഒരു ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോമിൻ്റെ ഉള്ളിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ എന്താവുന്നറിയോ, ഈ ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോമിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ അടുത്തടുത്തിരിക്കുന്ന ഈ അമിനോ ആസിഡ്സ് പതുക്കെ ഈ tRNA ഇതിൻ്റെ തലയിലേക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആദ്യത്തെ 1, 2, 3, 4 അമിനോ ആസിഡായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഈ 3 കൂടെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് 1, 2, 3, 4 കണ്ട 4 അമിനോ ആസിഡിനെയും പേറി ഇരിക്കുന്ന ഇതിനെ കാണാൻ പറ്റും. അപ്പോഴത്തേക്കും ഈ പറയുന്ന നെക്സ്റ്റ് പൊസിഷനിലേക്ക് ഈ റൈബോസോമും അതേപോലെ തന്നെ mRNA മൂവ് ചെയ്തിട്ടുണ്ടാവും. സോ ഹിയർ വി ക്യാൻ സി ദിസ് വിൽ ബി മൂവ് ടു ദ നെക്സ്റ്റ് കോഡോൺ റീജിയൻ ആൻഡ് ഇറ്റ് വിൽ മേക്ക് നെക്സ്റ്റ് പി സൈറ്റ് ആൻഡ് എ സൈറ്റ്. ഇവിടെ എ സൈറ്റ് പുതിയതുണ്ടാകുന്ന ഏതാണ്? ഇതാണ് നെക്സ്റ്റ് എ സൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു റീജിയനിൽ അടുത്ത tRNA അടുത്ത അമിനോ ആസിഡിനെ കൊണ്ടുവരും. അന്നേരം എന്താവും? ഈ പെപ്റ്റിഡൽ ട്രാൻസ്ഫറേസ് എൻസൈം ഇവിടെ ഇരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ 23S RRNA ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് വീണ്ടും ഇതിനെ കംപ്ലീറ്റ് ഇയാളുടെ തലയിലേക്ക് കൊടുത്തിട്ട് ഒരു ലോങ് പോളിമർ ഓഫ് എന്തുണ്ടാവും? അമിനോ ആസിഡ് ഉണ്ടാവും. കണ്ടോ, ഇവിടെ നോക്കിക്കേ, ഈ ഒരു സംഗതിയിൽ നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ഈ സംഗതി അങ്ങോട്ട് മാച്ച് കളയാൻ പോവാണേ. അപ്പോൾ നോക്കിയേ, നമ്മൾ ആ പറഞ്ഞ രീതിയിൽ ആ ഒരു ടെക്നിക്ക് വെച്ച് ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ ഒരു tRNA പി സൈറ്റിലിരിക്കുന്ന tRNA, ഇത് എ സൈറ്റിലിരിക്കുന്ന tRNA ആണ്. ഈ ഒരു tRNA പുതിയ അമിനോ ആസിഡ് കൊണ്ട് വരുന്നതാണ്. ഈ ഒരു tRNA ഇവിടുന്ന് എക്സിറ്റ് ആയി പോകുന്ന അതിൻ്റെ അമിനോ ആസിഡിനെ മുഴുവൻ ഇങ്ങോട്ടേക്ക് കൊടുത്തിട്ട്, അപ്പോൾ കണ്ടോ, പി സൈറ്റിലിരിക്കുന്ന tRNAയുടെ തലയും ഒരുപാട് അമിനോ ആസിഡ് ഉണ്ട്. അതിന് ഈ റൈബോസോം ഒന്നും കൂടെ ഒരു കോഡോണും കൂടെ മുമ്പിലേക്ക് മൂവ് ആകുമ്പോൾ എന്താവും? ഈ tRNA ഇവിടുന്ന് വിട്ടുപോരും. ഈ എല്ലാ അമിനോ ആസിഡിനെ ഈ തലയിലേക്ക് വെച്ച് കൊടുത്തോണ്ട് അന്നേരം അപ്പോഴത്തേക്കും എ സൈറ്റിലേക്ക് ഒരു പുതിയ അമിനോ ആസിഡ് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്ത് എവിടം വരെ പോകുന്നറിയോ? അതിൻ്റെ ടെർമിനേറ്റർ കോഡോൺ വരെ പോകും. ടെർമിനേറ്റർ അല്ലെങ്കിൽ സ്റ്റോപ്പ് കോഡോൺ വരെ പോകും. സ്റ്റോപ്പ് കോഡോൺ എന്ന് പറയുന്നത് UAA, UAG, UGA. ഇതിന് തക്കതായിട്ടുള്ള ആൻറ്റി കോഡോണുള്ള tRNA ഇല്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ആ ഒരു സ്റ്റോപ്പ് കോഡോണിൽ അറ്റാച്ച് ചെയ്യുന്നൊരു ഫാക്ടർ ഉണ്ട്, റിലീസ് ഫാക്ടർ എന്ന് പറയുന്നൊരു ഫാക്ടർ. ആ റിലീസ് ഫാക്ടർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ അവിടുന്ന് ആ ഉണ്ടായ അമിനോ ആസിഡ് എല്ലാം കൂടി ഡിസോസിയേറ്റ് ചെയ്ത് പോരും. tRNAയുടെ തലേമെന്ന് അമിനോ ആസിഡ് എല്ലാം കൂടി പതുക്കെ ഊർന്നിങ്ങോട്ട് പോരും. അതേപോലെ ഈ റൈബോസോം രണ്ടും സെപ്പറേറ്റ് ആയി പോകും. ഈ mRNA ഫ്രീ ആവും കേട്ടോ. ഈ ഒരു mRNAയിൽ ഒരു പ്രാവശ്യം ഒന്നല്ല ട്രാൻസ്ലേഷൻ നടക്കുക, പല പ്രാവശ്യം ട്രാൻസ്ലേഷൻ നടക്കാം കേട്ടോ. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിൻ്റെ കേസിലാണെങ്കിൽ ലൈനായിട്ടിരുന്ന് ഈ സെയിം സംഗതി തന്നെ കുറേ റൈബോസോംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എന്താവും? ഈ പറയുന്ന
പ്രോട്ടീൻ സിന്തസിസ് വളരെ പെട്ടെന്ന് നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ റിലീസ് ഫാക്ടർ അറ്റാച്ച് ചെയ്യുന്നതോടുകൂടി ഈ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്ത് ആ ഒരു പോളിപെപ്റ്റൈഡ് റിലീസായി പോരും. ഇനി നമുക്ക് ആ ഒരു ഭാഗം വായിച്ചു നോക്കാം. ഞാൻ സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് വായിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാൻ ആ ഒരു പ്രോസസ്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡറിലല്ലാതെ പറഞ്ഞത് കേട്ടോ. സോ വിൽ ജസ്റ്റ് റീഡ് ഇറ്റ്. Translation. Translation refers to the process of polymerization of amino acid to form a polypeptide. Translation എന്ന് പറയുന്നത് അമിനോ ആസിഡിന്റെ പോളിമറൈസേഷൻ ആണ് പോളിപെപ്റ്റൈഡിന്റെ ഫോർമേഷന് വേണ്ടിയിട്ട്. The order and sequence of amino acids are defined by the sequence of bases in the mRNA. അമിനോ ആസിഡിന്റെ ഓർഡറും സീക്വൻസും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് mRNA കാണുന്ന കോഡോണിന്റെ ബേസിലാണ്, അതായത് mRNA കോഡോണിന്റെ ഓർഡറിലാണ്. The amino acids are joined by a bond which is known as peptide bond. ആ അമിനോ ആസിഡ് ജോയിൻ ചെയ്യുന്ന പെപ്റ്റൈഡ് ബോണ്ട് വെച്ചാണ്. ഫോർമേഷൻ ഓഫ് എ പെപ്റ്റൈഡ് ബോണ്ട് റിക്വയർ എനർജി. ആ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാൻ എനർജി വേണം. അതുകൊണ്ട് തന്നെ therefore in the first phase itself amino acid are activated in the presence of ATP and linked to their cognate tRNA, a process commonly called as charging of tRNA or aminoacyl tRNA to be more specific. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഫേസിൽ തന്നെ അമിനോ ആസിഡ് ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ATP മോളിക്യൂളായിട്ട് കമ്പൈൻ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം അത് tRNA-യുടെ 3' എൻഡിൽ വന്ന് അറ്റാച്ച് ചെയ്യും. അതായത് സ്പെസിഫിക് tRNA-യുടെ 3' എൻഡിൽ വന്ന് അറ്റാച്ച് ചെയ്യും. അതിനെയാണ് നമ്മൾ ചാർജിങ് ഓഫ് tRNA അല്ലെങ്കിൽ അമിനോസൈലേഷൻ ഓഫ് tRNA എന്ന് പറയുന്നത്. അമിനോസൈലേഷൻ ഓഫ് tRNA വന്നിട്ട് സ്പെസിഫിക് ആണ് കേട്ടോ. ഓരോ അമിനോ ആസിഡിനും ഓരോ tRNA ഉണ്ട്. അതിനെ ആ അമിനോസൈലേഷൻ ഓഫ് tRNA നടത്തുന്ന എൻസൈമാണ് അമിനോസൈൽ tRNA സിന്തറ്റൈസ് എൻസൈം. അങ്ങനെയാണ് tRNA ചാർജ് ചെയ്യപ്പെടുന്നത്. If two such charged tRNAs are brought close enough, the formation of peptide bond between them would be favored energetically. അതായത് രണ്ട് അതേപോലത്തെ ചാർജ്ഡ് tRNA അടുത്ത് വന്നാൽ, രണ്ട് ചാർജ്ഡ് tRNA അടുത്തടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാനുള്ള എനർജി അവരുടെ രണ്ടുപേരുടെ അടുത്ത് തന്നെ ഉണ്ടാവുകയും, അതേപോലെ റൈബോസോമിൻ്റെ ലാർജ് സബ് യൂണിറ്റിൽ പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് എൻസൈമായ 23S rRNA അത് റൈബോസൈം ഉള്ളതും ഈ പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് വുഡ് എൻഹാൻസ് ദ റേറ്റ് ഓഫ് പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷൻ. ലാർജ് സബ് യൂണിറ്റ് ഓഫ് റൈബോസോം ിരിക്കുന്ന റൈബോസൈം 23S rRNA പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ്. അതും ഈ പറയുന്ന പെപ്റ്റൈഡ് ബോണ്ട് ഫോർമേഷനെ എൻഹാൻസ് ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കും കേട്ടോ. ഇനി ദ സെല്ലുലാർ ഫാക്ടറി വിച്ച് ഇസ് റെസ്പോൺസിബിൾ ഫോർ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ഈസ് എ റൈബോസോം. റൈബോസോമാണ് ഈ പ്രോട്ടീൻ സിന്തസിസിന്റെ ഫാക്ടറി എന്ന് പറയുന്നത്. റൈബോസോം കൺസിസ്റ്റ് ഓഫ് സ്ട്രക്ചറൽ RNA ആൻഡ് 80 ഡിഫറെന്റ് പ്രോട്ടീൻസ്. ഈ റൈബോസോമിൽ സ്ട്രക്ചറൽ RNAസും 80ഓളം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസും ഉണ്ട്. ഇൻ ഇറ്റ്സ് ഇനാക്റ്റീവ് state it exists as two subunit, a large subunit and a small subunit. പ്രോട്ടീൻ സിന്തസിസ് ഒന്നും ചെയ്യാത്ത സമയത്ത് അത് ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുമ്പോൾ ഈ സ്മോൾ സബ്യൂണിറ്റും ലാർജ് സബ്യൂണിറ്റും സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. വെൻ ദ സ്മോൾ സബ്യൂണിറ്റ് എൻകൗണ്ടേഴ്സ് എൻ mRNA, the process of translation of the mRNA to protein begins. ഈ സ്മോൾ സബ്യൂണിറ്റ് ഓഫ് റൈബോസോം mRNA കാണുമ്പോഴാണ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദർ ആർ 2 sites in the large subunit. ലാർജ് സബ്യൂണിറ്റിൽ 2 സൈറ്റ് ഉണ്ട് ഫോർ സബ്സിക്വന്റ് അമിനോ ആസിഡ് ടു ബൈൻഡ് ആൻഡ് thus be close enough to each other for the formation of a peptide bond. ഈ 2 സൈറ്റ് 2 അമിനോ ആസിഡിന് അടുത്തടുത്ത് വന്നിരിക്കാൻ വേണ്ടി, അതായത് 2 tRNAക്ക് അതാതിൻ്റെ അമിനോ ആസിഡിനെ അടുത്തടുത്ത് കൊണ്ടുവയ്പ്പിക്കാനും അതേപോലെ ആ അടുത്തടുത്തിരുന്ന പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യാൻ എളുപ്പവും ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആ 2 സൈറ്റ് ഉള്ളതും ആ 2 സൈറ്റിലേക്കാണ് ഓരോ tRNAയും ഓരോ അമിനോ ആസിഡിനെ കൊണ്ടുവരുന്നത്. ദ റൈബോസോം ഓൾസോ ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്. 23S rRNA in bacteria is a enzyme ribozyme for the formation of a peptide bond. ഇത് 23S rRNA ആണ് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതും പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്യുന്നതും. A translational unit in mRNA is the sequence of RNA that is flanked by the start codon and a stop codon and codes for a polypeptide. ഈ ട്രാൻസ്ലേഷൻ യൂണിറ്റ് ഓഫ് mRNA സീക്വൻസ് എന്ന് പറയുന്നത് ഒരു RNA സീക്വൻസ് അതിൻ്റെ സ്റ്റാർട്ട് കോഡോൺ കൊണ്ടും സ്റ്റോപ്പ് കോഡോൺ കൊണ്ടും ഫ്ലാങ്ക് ചെയ്യപ്പെട്ട രീതിയിൽ കാണുന്നതിനെയാണ്. അതായത് ഒരു പോളിപെപ്റ്റൈഡിനെ സിന്തസൈസ് ചെയ്യുന്ന അത്രയും കോഡോൺസ്, അത്രയും ആ ഒരു റീജിയൻ സ്റ്റാർട്ട് കോഡോൺ കൊണ്ടും സ്റ്റോപ്പ് കോഡോണും അപ്പുറത്തും ഇപ്പുറത്തും വരത്തക്ക രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്.
ആൻഡ് mRNA also has some additional sequence that are not translated and are referred to as untranslated region. mRNAക്ക് untranslated regionും ഉണ്ടാവും. ഈ untranslated region 5' എൻഡിലും 3' എൻഡിലും ഉള്ളത് സ്റ്റാർട്ട് കോഡോണിന് മുമ്പും സ്റ്റോപ്പ് കോഡോണിന് ശേഷവും ഉള്ളത് എഫിഷ്യൻറ്റ് ട്രാൻസ്ലേഷൻ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യും. ദേ ആർ റിക്വയർഡ് ഫോർ എഫിഷ്യൻറ്റ് ട്രാൻസ്ലേഷൻ പ്രോസസ്സ്. കാരണം ട്രാൻസ്ലേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ mRNA മുറിഞ്ഞു പോയാലും ആ അപ്സ്ട്രീം എൻഡിൽ രണ്ട് അപ്സ്ട്രീം അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം എൻഡിൽ കാണുന്ന അൺവാണ്ടഡ് സീക്വൻസ് ആണ് മുറിഞ്ഞു പോവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. For initiation, the ribosome bind to the mRNA at the start codon. Initiation processന് വേണ്ടിയിട്ട് റൈബോസോം വന്നിട്ട് AUG സ്റ്റാർട്ട് കോഡോണിൽ വന്ന് ബൈൻഡ് ചെയ്യും. ദാറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ഓൺലി ബൈ ദ ഇനീഷ്യേറ്റഡ് tRNA. ആ AUGനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ആരാണ്? ഇനീഷ്യേറ്റഡ് tRNA മാത്രമാണ്. ദ റൈബോസോം പ്രൊസീഡ് ടു ദ എലോങ്ങേഷൻ ഫേസ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. പിന്നീട് അങ്ങോട്ട് ആ tRNA വന്ന് അവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റൈബോസോം എലോങ്ങേഷൻ ഫേസിൽ പ്രോട്ടീൻ സിന്തസിസിൻ്റെ എലോങ്ങേഷൻ സ്റ്റേജിലേക്ക് മൂവ് ചെയ്യും. ഡ്യൂറിങ് this stage, complex composed of an amino acid linked to tRNA sequentially bind to the appropriate codon in mRNA by forming complementary base pairs with the tRNA anticodon. ഇങ്ങനെ എലോങ്ങേഷൻ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി tRNA സ്പെസിഫിക് ആയിട്ടുള്ള tRNA അപ്രോപ്രിയേറ്റ് tRNA അതിൻ്റെ അമിനോ ആസിഡിനെ തലയിൽ വഹിച്ചു കൊണ്ടുവന്ന് mRNAയുടെ കോഡോണിൽ ആൻറ്റി കോഡോൺ ലൂപ്പ് കൊണ്ട് കോംപ്ലിമെൻ്ററി ബേസസ് ആയതുകൊണ്ട് അത് ബൈൻഡ് ചെയ്ത് നിൽക്കും. ദ റൈബോസോം മൂവ് ഫ്രം കോഡോൺ ടു കോഡോൺ അലോങ് ദ mRNA. ഈ റൈബോസോം ഓരോ കോഡോൺ വഴി മൂവ് ചെയ്യും mRNAയിൽ. അമിനോ ആസിഡ്സ് ആർ ആഡഡ് 1 by 1. എന്നിട്ട് ഓരോ കോഡോണിലും ഓരോ അമിനോ ആസിഡ് ആഡ് ചെയ്ത് കൊടുക്കും. അത് പോളിപെപ്റ്റൈഡ് സീക്വൻസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും. എന്നിട്ട് കേട്ടോ ട്രാൻസ്ലേറ്റഡ് ഇൻറ്റു എ പോളിപെപ്റ്റൈഡ് സീക്വൻസ് ഡിക്റ്റേറ്റഡ് ബൈ DNA ആൻഡ് റെപ്രസെൻറ്റിംഗ് ബൈ mRNA. DNA ഡിക്റ്റേറ്റ് ചെയ്ത mRNA റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന ഈ പർട്ടിക്കുലർ ജനറ്റിക് കോഡോണിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അമിനോ ആസിഡാക്കി മാറ്റും ആ ഒരു സ്റ്റേജിൽ. അറ്റ് ദി എൻഡ് എ റിലീസ് ഫാക്ടർ ബൈൻഡ്സ് ടു സ്റ്റോപ്പ് കോഡോൺ. ഏറ്റവും അവസാനം ഒരു റിലീസ് ഫാക്ടർ സ്റ്റോപ്പ് കോഡോണിൽ പോയി ബൈൻഡ് ചെയ്യും. ട്രാൻസ്ലേഷൻ എന്ന പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യും. അതിൻ്റെ കംപ്ലീറ്റ് പോളിപെപ്റ്റൈഡ് റൈബോസോമിൽ നിന്ന് റിലീസ് ചെയ്യുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് അറ്റ് ദ എൻഡ് എ റിലീസ് ഫാക്ടർ ബൈൻഡ്സ് ടു ദ സ്റ്റോപ്പ് കോഡോൺ ടെർമിനേറ്റിംഗ് ട്രാൻസ്ലേഷൻ ആൻഡ് റിലീസിംഗ് ദ കംപ്ലീറ്റ് പോളിപെപ്റ്റൈഡ് ഫ്രം ദ റൈബോസോം. കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെഷനിൽ. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് പഠിക്കാനുള്ള റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ആണ്. ഓക്കെ.